നമ്മുടെ ആർടിഒയുടെ ലോഗോയും കാര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ബീക്കൺ ആണ് മുകളിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് കത്തും. ഇതാണ് നമ്മുടെ ഹോം ചാർജിങ് യൂണിറ്റിന്റെ ചാർജർ. ഫ്യൂൽ അടിക്കുന്ന പോലെ തന്നെ ഇതിലോട്ട് കണക്ട് ചെയ്ത് അങ്ങ് പിടിപ്പിക്കും. 40 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആവും. ആണെങ്കിൽ ഇവിടെ ടൈഗറിന്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ MVDയുടെ ഉപയോഗിക്കുന്ന അവരുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീലിൽ തന്നെ ചെറിയൊരു ജനറേറ്റർ ഉണ്ട്. അതാണ് 30 സെന്റിമീറ്റർ അടിയിലേക്ക് വെള്ളത്തിലേക്ക് പോയാൽ അത് ബാറ്ററി യൂണിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോർട്സ് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. അതിന്റെ കോർണറിംഗ് സ്റ്റെബിലിറ്റിയുടെ കാര്യം ഒരു രക്ഷയില്ല. വണ്ടി പക്ക ഒരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് കോർണറിംഗ് തരുന്നത്. 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്ക് 70 പൈസ മതി എന്നാണ്. അപ്പൊ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. നെഗറ്റീവായിട്ട് തോന്നിയത് ഇതൊരു 3 സിലിണ്ടർ ആയിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, 4 സിലിണ്ടർ ആയിട്ടാണെന്ന്. അത് 100% ചാർജിങ്ങിനാണെങ്കിൽ കമ്പനി 320 ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് നമസ്കാരം, ഞാൻ ആപ്പിൾ അലക്സ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ RTO എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റൽ വെഹിക്കിളായ ടാറ്റ നെക്സോൺ EV. ഓക്കെ, ഇവനൊരു ഇലക്ട്രിക് കാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിച്ചൊരു എക്സ്പേർട്ടിന് മാത്രമേ ഈ ഒരു വണ്ടിയുടെ കറക്റ്റ് റിവ്യൂ പറയാൻ സാധിക്കത്തുള്ളൂ. അതിനായി നമ്മൾ കണ്ടെത്തിയ വ്യക്തിയാണ് നമ്മുടെ RTO, നമ്മുടെ ജിതിൻ സാറാണ്. നമുക്ക് സാറിനോട് വണ്ടിയുടെ സ്പെക് ബൈ സ്പെക്കായിട്ട് ഫീച്ചേഴ്സും കാര്യമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിനി വണ്ടിയുടെ ലുക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ പെട്രോൾ വണ്ടിയിൽ കാണുന്ന സെയിം ലുക്കാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു EV ബാഡ്ജിങ്ങും അതുപോലെ ബ്ലൂ സ്റ്റാപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഗ്രീൻ ആണ്. അല്ലാതെ നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ സെയിം പെട്രോൾ വണ്ടി ലുക്ക് തന്നെയാണ്. ലുക്കിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു ഭാഗം നമുക്ക് തുറന്നു നോക്കാം. അവിടെയാണ് മെയിൻ വ്യത്യാസം. ആക്ച്വലി ഇതൊരു പെട്രോൾ ടാങ്ക് അല്ല, ഇവിടെയാണ് വണ്ടി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ജിതിൻ സാറോട് ചോദിക്കാം. സാർ, നമുക്കിത് 2 രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹോം ചാർജിങ് ഉണ്ട്, പിന്നെ ഒന്ന് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 2 പോർട്ട് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന പോർട്ടാണ് ഹോം ചാർജിങ്. അതായത് ഈ പോർട്ടിലാണ് നമ്മൾ വണ്ടിയുടെ കൂടെ വരുന്ന ചാർജർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ പവർ പ്ലഗിൽ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു 16 ആംപിയർ നോർമലി ഉള്ള ഒരു പവർ പ്ലഗ്, എന്നിട്ട് അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ നമ്മുടെ വണ്ടിക്കകത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ പോർട്ട് ഇവിടെ കുത്തുക, മറ്റേ പ്ലഗിൽ വെച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോർമലി ഒരു 8-9 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 0 to 100% ചാർജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയുള്ള പോർട്ടാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ഇതിന് നമ്മുടെ കൂടെ ചാർജിങ് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. പക്ഷേ ചാർജിങ് സ്റ്റേഷനിൽ ചെല്ലുമ്പം അവിടുത്തെ പ്ലഗ് ഉപയോഗിച്ച് നമ്മളിവിടെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ചെയ്യാൻ പറ്റും. സാർ, ഇതാണ് ഈ ഒരു വണ്ടിയുടെ ചാർജിങ് സെക്ഷൻ. നമ്മുടെ സാർ ഇത് കണക്ട് ചെയ്ത് കാണിക്കും. ഇതൊരു ഹോം ചാർജിങ് യൂണിറ്റ് ആണ്. ഓക്കെ സാർ, ഇതാണ് നമ്മുടെ ഹോം ചാർജിങ് യൂണിറ്റിൻ്റെ ചാർജർ. അപ്പോൾ ഇതിൻ്റെ കൺവെർട്ടറും കാര്യങ്ങളും എല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ഒരു കണക്ടർ നമ്മളിവിടെ ഫ്യൂൽ സ്റ്റേഷനിൽ ചെന്ന് ഫ്യൂൽ അടിക്കുന്ന പോലെ തന്നെ ഇതിലോട്ട് കണക്ട് ചെയ്ത് അങ്ങ് പിടിപ്പിക്കും. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പ്ലഗ് 16 ആംപിയർ സോക്കറ്റിലോട്ട് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു 4 LED ഉണ്ട്. നോർമൽ കേസിലാണെങ്കിൽ 2 LED കണ്ടിന്യൂസ് കത്തിക്കിടക്കുകയും ഒരെണ്ണം ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ വണ്ടി നോർമലായിട്ട് ചാർജ് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ കേസ് നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോ വരുന്ന ലൈനിലോ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ രീതിയിലായിരിക്കും ഇത് ബ്ലിങ്ക് ചെയ്യുന്നത്. ചുവപ്പ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് മനസ്സിലാക്കാം ലൈനിലോ അല്ലെങ്കിൽ വണ്ടിക്കോ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് പെർസെൻറ്റേജ് കാണിക്കും, ചാർജിങ്ങും കാണിക്കും, എത്ര പെർസെൻറ്റേജ്, പിന്നെ ടൈം, ഒരു എക്സ്പെക്റ്റഡ് ടൈം എത്ര മണിക്കൂറിനുള്ളിൽ 100% ചാർജ് അച്ചീവ് ചെയ്യുന്നുള്ളതും അതിൽ കാണിക്കും. റിയൽ ടൈമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് എത്ര മണിക്കൂർ എടുക്കും ചാർജ് ഫുൾ ആവാൻ? ഹോം ചാർജിങ് ആകുമ്പോഴത്തേന് ഏകദേശം 8 to 9 മണിക്കൂർ വരെ സമയം എടുക്കും. അവിടെ പോയി ചെയ്യുവാണെങ്കിൽ ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആവും. 80%. അപ്പോൾ 80% നമുക്ക് എത്ര കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും? നമുക്ക് ഫുൾ ചാർജിങ് ചെയ്താൽ അത് 100% ചാർജിങ്ങിനാണെങ്കിൽ കമ്പനി 320 ആണ് പറയുന്നത്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ ഏകദേശം ഒരു 270 അത്രയൊക്കെ കിട്ടുന്നുണ്ട്. 270. അതുപോലെ കൂടുതൽ പെട്രോളിൻ്റെ വില നോക്കുവാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏകദേശം കമ്പനി അവർ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് യൂണിറ്റിൻ്റെ പെർ യൂണിറ്റ് ഇലക്ട്രിക്കൽ ഇതിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്ക് 70 പൈസ മതിയെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ച് നമ്മൾ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് 10-1 വരുന്നുള്ളൂ. കാരണം നോർമലി ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾ ആണെങ്കിൽ ഒരു അതെ 5 രൂപയ്ക്കും 7 രൂപയ്ക്കും ഇടയ്ക്ക് വരും നമുക്ക് പെർ കിലോമീറ്ററിനുള്ള എക്സ്പെൻസ്, ഫ്യൂൽ എക്സ്പെൻസ് മാത്രം. പിന്നെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകാലെ വരും. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഓൾമോസ്റ്റ് 0 ആണ്. നമ്മൾ ഓരോ വട്ടം നമുക്കിപ്പോൾ ഏകദേശം 3 സർവീസ് കഴിഞ്ഞ് 3 സർവീസിനും കാര്യമായിട്ടുള്ള ഒരു സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അതായത് കൂളൻറ്റിൻ്റെ ലെവൽ നോക്കുക, വണ്ടി ഒന്ന് വാഷ് ചെയ്യുക, പിന്നെ ഓവറോൾ ഒരു ചെക്കപ്പും കാര്യങ്ങളും, അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടി ഇപ്പം നമ്മൾ വാറണ്ടി ഒക്കെ കമ്പനി ഇഷ്യൂ ചെയ്തില്ല. അപ്പം എല്ലാവർക്കും പറയേണ്ട ബാറ്ററി ലൈഫ് എത്ര കിട്ടും? ബാറ്ററി പോയ വണ്ടി അടിച്ചു പോകത്തില്ലേ? കമ്പനി വാറണ്ടി പറയുന്നത് 8 വർഷം അല്ലെങ്കിൽ 160 കിലോമീറ്റർ ആണ് പറയുന്നത്. 160 കിലോമീറ്റർ. അപ്പോൾ 8 വർഷം കൊണ്ട് നമുക്ക് ഈ ബാറ്ററിക്കും ഗ്യാരണ്ടി ഉണ്ടോ? അതോ
അതെ 8 വർഷമാണ് ബാറ്ററിയുടെ വാറണ്ടി അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കമ്പനി അത് റീസോൾവ് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഇതിൻ്റെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയ വണ്ടിയാണെങ്കിൽ, വെള്ളപ്പൊക്കം ഫ്ലഡിലൊക്കെ ക്രിയേറ്റ് ചെയ്ത വണ്ടിയാണെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ സാർ. അപ്പോൾ അതേപോലെ എല്ലാവർക്കും അറിയേണ്ട ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് 40 കിലോമീറ്റർ, നമുക്ക് 40 മിനിറ്റ് വണ്ടി ചാർജ് ചെയ്താൽ നമുക്ക് 300 കിലോമീറ്റർ അല്ലെങ്കിൽ 260 കിലോമീറ്റർ വണ്ടി ഓടുവന്ന്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ലഭ്യത എന്ന് പറയുമ്പോൾ അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെയാണ് ഉള്ളത്? ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ജില്ലയിൽ 1-2 അടുത്തായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ടെന്നാണ്? എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്കാണ് ഈ ഒരു വണ്ടി മെയിനായിട്ട് നോക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് പോകാനാണെങ്കിൽ ഈ വണ്ടി ഒരു 2 വട്ടമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ ചാർജിങ് സ്റ്റേഷൻ കാണും? പോകുന്ന റൂട്ടിൽ കാണും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് MVD ഓഫീസിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ല? ഓഫീസിൽ ഹോം ചാർജിങ് മാത്രമേ ഉള്ളൂ. MVD ഓഫീസിൽ? അതെ, അതൊരു പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം പബ്ലിക്കിന് വേണ്ടി എവിടെയൊക്കെയാണ് ഉള്ളത്? പബ്ലിക്കിന് വേണ്ടി ഇപ്പം നിലവിൽ കായംകുളത്തുണ്ട്, പിന്നെ മറ്റേ ഓട്ടോകാസ്റ്റ് ഉണ്ടല്ലോ ചേർത്തല ഓട്ടോകാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇപ്പൊ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. KCB ഉണ്ട്. അപ്പോൾ KCB എന്ന് പറയുമ്പോൾ KCB നടത്തുകയാണ്. ഇപ്പോൾ അവരത് പ്രശ്നം നടത്തുക ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. EVയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഈ പെട്രോൾ പമ്പ് ഇതുമായിട്ട് ലിങ്ക് ആകുമോ അങ്ങനെ വല്ലതും? പല പ്ലാൻസും പറയുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു പ്ലാൻ പറയുന്നത് ബാറ്ററി സ്വാപ്പിംഗ് ആണ്. അതായത് ഒരു വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നെങ്കിൽ നമ്മൾ പമ്പിൽ അല്ലെ ചാർജിങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ബാറ്ററി പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റി വേറെ ചാർജർ ബാറ്ററി ഫിക്സ് ചെയ്യാം. അതിന് നമുക്ക് ഈ പഴകിയ ബാറ്ററി അവർ വീണ്ടും ആ ഒരു ഗ്യാരണ്ടി കിട്ടത്തില്ലല്ലോ അങ്ങനെയാണ്? അതെ, അതല്ല, അതിൽ പ്രൊപ്പോസൽ വരുന്നതേ ഉള്ളൂ. അതായത് വണ്ടി ഫ്രീ ആണ്, വിത്തൗട്ട് ബാറ്ററിയാണ് വണ്ടി നമുക്ക് കിട്ടുന്നത്, കസ്റ്റമറിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ നോർമലി ഗ്യാസ് കുറ്റിയൊക്കെ നമ്മൾ ഗ്യാസ് കണക്ഷൻ എടുക്കും, സിലിണ്ടർ നമ്മൾ മാറ്റി വെക്കും. അതേപോലെ തന്നെ ബാറ്ററിയുടെ ഉടമസ്ഥർ നമ്മളായിരിക്കത്തില്ല, അതിന്റെ ഒരു കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രൊപ്പോസൽസ് ആണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇത് വരുവാണെങ്കിൽ വണ്ടിയുടെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ എഞ്ചിനാണ്. ഇതിന്റെ എഞ്ചിൻ പറയുമ്പോൾ ഒരു ബാറ്ററി ആയിരിക്കും? അല്ല, മോട്ടറാണ്. അതെ, ഓക്കെ. മോട്ടറും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഇതിന്റെ ഫ്യൂവൽ സപ്ലൈ, അതായത് ബാറ്ററി എന്ന് പറയുന്ന കമ്പോണന്റ്, അത് ഓവറോൾ കമ്പനിയുടെ ഉടമസ്ഥയിലായിരിക്കും. നമ്മൾ അതിന്റെ ഒരു റെന്റ് പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. സെയിം നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഗ്യാസ് കുറ്റിയുടെ ഒന്നും നമ്മളല്ലല്ലോ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും. ഏതായാലും നമ്മൾ ഇതിൻ്റെ ബൂട്ടും തുറന്നു നോക്കാം. അപ്പം ബൂട്ടിനെ കുറിച്ചും നമ്മുടെ വണ്ടിയുടെ വാക്കറൗണ്ട് റിവ്യൂ ആയിട്ട് ഒരു പാർട്ട് 2 വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് ലെങ്ത് കൂടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MVD ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പാർട്ട് 2 പാർട്ട് 3 ആണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വണ്ടിക്കകത്ത് കയറുമ്പോൾ നമ്മൾ പെട്രോളിൽ കാണുന്ന സെയിം ഫീച്ചേഴ്സും കാര്യമൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. ഒരു വ്യത്യാസം ഇവിടെ വരുന്നില്ല. പിന്നെ ചേഞ്ചസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ ഒരു ഗ്രാഫും കാര്യമൊക്കെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ മൈലേജ് ഒക്കെ നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ജിൻസാറോട് ചോദിച്ച് മനസ്സിലാക്കാം. അതല്ല, നിങ്ങൾക്ക് വണ്ടിക്കകത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളൊരു പാർട്ട് 2 വീഡിയോ വാക്കറൗണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കൺസോളിനെ കുറിച്ച് നമുക്ക് സാറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഗ്രാഫിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിൽ നമുക്ക് 2 മോഡാണ് വരുന്നത്. ഒന്ന് നോർമലി ഉള്ള ഡ്രൈവ് മോഡും പിന്നുള്ള സ്പോർട്സ് മോഡുമാണ്. സ്പോർട്സ് മോഡിലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഒരു മാക്സിമം പവറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ മീറ്റർ കൺസോൾ തന്നെ ഒരു ചുവപ്പ് കളറിലോട്ടങ്ങ് മാറും, ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിലോട്ട്. അത് മാക്സിമം പവർ ഡെലിവറി ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആ കളർ മാറുന്നത്. പിന്നെ അടുത്തത് സ്പോർട്സ് മോഡ് കണ്ടിന്യൂസ് ഉപയോഗിക്കണമെങ്കിൽ എത്ര മൈലേജ് കിട്ടും? നേരം കുറയും. അത് ഒരു ആക്ച്വൽ കണക്ക് നമുക്ക് അറിയത്തില്ല. 100 കിട്ടുമോ? കണ്ടിന്യൂസ് യൂസേജ് അങ്ങനെ സ്പോർട്സിൽ യൂസ് ചെയ്യാറില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ആക്സിലറേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നോർമലി യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നല്ല പെർഫോമൻസ് ആണ്. ശരിക്കും നമ്മളൊരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടും. സ്പോർട്സ് മോഡ് ഇട്ടിട്ട് വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതെ, നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്ന ഈ നോർമലി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ റീജനറേഷന്റെ മേളോട്ടുള്ള അവിടെ ഒരു പച്ച 1 അല്ലെങ്കിൽ 2-ലായിരിക്കും നമ്മളൊരു നോർമൽ സ്പീഡിൽ പോകുന്നത്. ഒരു 40 അല്ലെങ്കിൽ 60 ഇടയ്ക്ക് പോകുമ്പോഴത്തേന് ഒരു ഗ്രീൻ കളർ അത്രയും ഭാഗത്തോട്ട് വന്നിരിക്കും. അതേസമയം നമ്മൾ സ്പോർട്സ് മോഡ് ഇടുമ്പോഴത്തേന് ഈ മേളിൽ പവറിലോട്ട് അവിടെ നിന്ന് ആ ഗ്രീൻ അത്രയും കയറിയിട്ട് പിന്നെ പവറും കൂടെ അത്രയും കൂടെ മേപ്പോട്ട് കാണിക്കും. അത്രയും പവർ വണ്ടിയിലോട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഈ റീജനറേഷൻ എന്നുള്ള പാർട്ടിലോട്ട് ഉള്ള ഗ്രീൻ താഴോട്ട് പോകും. അതായത് എത്ര ശതമാനം ചാർജ് വണ്ടിയിലോട്ട് തിരിച്ച് കയറുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീലിൽ തന്നെ ചെറിയൊരു ജനറേറ്റർ ഉണ്ട്. അതാണ് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് പോലെ. അന്നേരം ഇൻ കേസ് നമ്മൾ ഓട്ടത്തിൽ ചാർജ് കംപ്ലീറ്റ് അങ്ങ് ഡ്രെയിൻ ഔട്ട് ആയി പോയി. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ കെട്ടി വലിക്കുന്ന സമയത്ത് തന്നെ ചാർജ് കയറിക്കോളും. ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ കെട്ടി വലിക്കും 1% 2% അങ്ങനെ ചാർജ് അത്രയും കയറി വരും. അതെ, ഇതൊരു റിയൽ ടൈം ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. എത്രയാണ് ഡിസ്റ്റൻസ് ടു MT എന്ന് പറയും നമ്മുടെ സാധാരണ പെട്രോൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ. വണ്ടിക്കകത്തുള്ള ഫ്യൂൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് വെച്ചിട്ട് നമ്മൾ ആ നേരത്തെ, അതായത് ഈ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഓടിച്ച ഒരു ഇത് വെച്ചിട്ട് വണ്ടി കാൽക്കുലേറ്റ് ചെയ്യും. അവരുടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് വെച്ചിട്ട് എത്ര മാക്സിമം മൈലേജ് കിട്ടാമെന്ന് അത് വെച്ചിട്ടാണ് ഈ ഡിസ്റ്റൻസ് ടു MT 180 കിലോമീറ്റർ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ
ഒരു 40 അല്ല 50 ഇടയ്ക്ക് ഒരു കൺട്രോൾ ചെയ്ത് ഒരുപാട് വേഗത്തിലൊന്നും പോകാതെ, അതായത് ക്വിക്ക് ആക്സിലറേഷനും ബ്രേക്കിങ്ങും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 270 വരെയൊക്കെ മാക്സിമം കിട്ടും. 270 വരെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലോവസ്റ്റ് എന്ന് പറയുന്നത് 160 ആണ്. 160 നല്ല ടോപ്പ് സ്പീഡിൽ പോയപ്പോൾ ഒരുപാട് സ്പീഡല്ല, നമ്മൾ അതായത് മിക്സഡ് യൂസേജ് ആണ്. സിറ്റി ട്രാഫിക്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിർത്തിയെടുത്തൊക്കെ പോകുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എക്കോ മോഡിൽ നമ്മളെ വണ്ടി നോർമൽ ഡ്രൈവ് മോഡിൽ നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ എത്ര വരെ സ്പീഡ് കയറുന്നുണ്ട്? സ്പീഡ് കയറിക്കുള്ളൂ. 120 കിലോമീറ്ററിലാണ് അവർ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന് മേപ്പോട്ട് കയറത്തില്ല. അത് ഏത് മോഡിലാണെങ്കിലും. പിന്നെ സ്പോർട്സ് മോഡാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വണ്ടി കയറും. ആക്സിലറേഷൻ കൂടുതലാണ്. ഓക്കെ. ഏതായാലും നമുക്കിനി എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏതായാലും നമ്മൾ എഞ്ചിൻ ബേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ സൈഡിൽ നമുക്ക് ഹൈഡ്രോളിക് ഒന്നുമല്ല, നമുക്ക് മാനുവലി നമുക്കത് കണക്ട് ചെയ്യേണ്ടി വരും, സാധാ വണ്ടിയിൽ കാണുന്ന പോലെ തന്നെ. ഏതായാലും നമ്മൾ ഇതുവരെ റിവ്യൂ ചെയ്ത വണ്ടിയിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ വണ്ടിയുടെ എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി നമുക്ക് സംസാരിക്കാൻ വേണ്ടി നമുക്ക് അജിത് സാറിനെ വിളിക്കാം. സാർ, ഇതിലും റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 കൂളന്റ് ലൈനാണ് വരുന്നത്. ഒരെണ്ണം വരുന്ന ബാറ്ററി കൂളന്റും ഒരെണ്ണം മോട്ടറിന്റെ കൂളന്റുമാണ്. അതിന്റെയാണ് 2 എണ്ണത്തിന്റെ റിസർവോയർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ലെവലും കാര്യങ്ങളും സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ലെവൽ കൊടുക്കുന്നുണ്ട്, മാർക്കിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. പിന്നെ ഇതിന് അഡീഷണൽ നമ്മുടെ നോർമൽ വണ്ടിയുടെ കൂട്ട് തന്നെ ചെറിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അല്ലാതെ ഇലക്ട്രിക്കൽ ആക്സസറീസും ബാക്കി കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മെയിൻ ബാറ്ററി പാക്ക് വരുന്നത് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വണ്ടി 30 സെന്റിമീറ്റർ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. അതെ, 30 സെന്റിമീറ്റർ കൂടുതൽ, അതായത് മുങ്ങാൻ പാടില്ല. അത്രയും മുക്കി കഴിഞ്ഞാൽ ബാറ്ററിക്കകത്ത് വെള്ളം കയറാനും മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ കമ്പനി അത് റെക്കമെൻഡ് ചെയ്യുന്ന അത്രയും 30 സെന്റിമീറ്റർ കൂടുതൽ വെള്ളം ഉള്ളിടത്ത് നമ്മൾ വണ്ടി ഓടിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോട്ടറും കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ അത് കവർ ചെയ്താണ് നമുക്ക് ഈ ഒരു ഷീൽഡ് മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാൻ സാധിക്കത്തില്ല. കൺട്രോളറും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ. ഇത് നമ്മുടെ സാധാരണ ഒരു മെക്കാനിക്കൽ ഇഷ്യൂ അല്ല. പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സാധാ വർക്ക്ഷോപ്പിൽ പറ്റത്തില്ലല്ലോ. സാധാ വർക്ക്ഷോപ്പിൽ പറ്റത്തില്ല. കമ്പനി അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ മാത്രമേ നിലവിൽ നമുക്ക് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം ടാറ്റ ഷോറൂമിൽ അത് അവൈലബിൾ ആണോ? എല്ലായിടത്തും ഇല്ല. ഒരു ജില്ലയിൽ ഒരു ഷോറൂം വീതം അവൈലബിൾ ആണ്. ആണല്ലോ. വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ടാറ്റ തന്നെയല്ലേ എല്ലാ ഷോറൂം? അതെ, ടാറ്റ തന്നെ. ഓക്കെ. അപ്പോൾ ബാറ്ററി ലെവലൊക്കെ വരുന്ന വണ്ടിയുടെ അടിയിലാണല്ലേ? അടിയിലാണ്. അപ്പോൾ ഒമിനിയെ പോലെ വണ്ടിയുടെ അകത്തുനിന്ന് വരുന്ന താഴെ ലെവലിലാണ് ഈ വണ്ടിയുടെ ബാറ്ററി ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 30 സെന്റിമീറ്റർ അടിയിലേക്ക് വെള്ളത്തിലേക്ക് പോയാൽ അത് ബാറ്ററി ഉള്ളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഉള്ളിടത്തേക്ക് വണ്ടി ഇറക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഇതിന്റെ മോട്ടറിനാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹബ്ബ് മോട്ടറാണ്, അതായത് വീലിനകത്ത് തന്നെ മോട്ടർ പിടിപ്പിച്ചിട്ടാണ് വണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരൊറ്റ സിംഗിൾ മോട്ടർ ഉണ്ട്. പിന്നെ ഒരു ട്രാൻസാക്സിൽ യൂണിറ്റ് ആണുള്ളത്. അത് വെച്ചിട്ട് ഡിഫറൻഷ്യലായിട്ട് 2 വീലിലോട്ടും പവർ സപ്ലൈ ആണ് ചെയ്യുന്നത്. അതും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ നോർമലി വണ്ടിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, സാധാ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിളിന്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീലും കാര്യങ്ങളൊക്കെ ലൈറ്റാണ്. നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും ഹെവിനെസ്സും കാര്യങ്ങളും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ MVD നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം ഡിപ്പാർട്ട്മെന്റൽ വെഹിക്കിൾ ആയതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാറ് തന്നെയാണ് ഓടിക്കുന്നത്. ഇതിന്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ സാറേ 130 bhp ആണ് ഇതിന്റെ പവർ. 245 Nm ടോർക്കും ഉണ്ട്. 35 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആണ് വണ്ടിക്ക്. ഈ ഒരു സെഗ്മെന്റിൽ ഡീസൽ വണ്ടിയായിട്ട് വേണം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഡീസൽ വണ്ടി എനിക്ക് തോന്നുന്നു 110 bhp ആണെന്ന് തോന്നുന്നു ഡീസൽ വണ്ടിയുടെ പവർ. ഓക്കെ. നമ്മൾ ഇത് സെഗ്മെന്റ് എബോവ് സെഗ്മെന്റ് എന്ന് വിളിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ആ ഒരു പവർ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്രോൾ വേരിയന്റിന്റെ ഒരിക്കലും ഈ വണ്ടിയുടെ പവർ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. തീർച്ചയായിട്ടും. പിന്നെ കംഫോർട്ട് വരെ നോക്കുവാണെങ്കിൽ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഡീസൽ വണ്ടിക്ക് അനുഭവപ്പെടുന്ന ഒരു വിറയലോ അല്ലെങ്കിൽ ഒരു ഹാർഷ്നെസ്സോ നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഭയങ്കര സൈലന്റ് ആണ്. അതേ രീതിയിൽ ഓടിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ആകെ ഒരു നോയിസ് വരുന്നതെന്ന് വെച്ചാൽ ടയറിന്റെ ചെറിയൊരു നോയിസ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ AC വർക്ക് ചെയ്യുന്നതിന്റെ മാത്രം. AC ഓഫ് ആക്കി കഴിഞ്ഞാൽ ടയറിന്റെ ഒരു നോയിസ് ഒഴിവാക്കിയാൽ പക്കാ സൈലന്റ് ആണ് വണ്ടി. അപ്പോൾ AC-യുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ പക്ക കൂളിംഗ് ആണ്. അപ്പോൾ ഒരു ജസ്റ്റ് നിമിഷ നേരം കൊണ്ട് വണ്ടി നമുക്ക് കൂളാവും. ഒരു നല്ലൊരു പ്രീമിയം സെഗ്മെന്റിലെ വെഹിക്കിൾ നമുക്ക് ഒരു AC-യുടെ കാര്യത്തിലൊക്കെ വണ്ടിയെ വിളിക്കാൻ സാധിക്കും. അതിൽ സ്പോർട്സ് മോഡ് ഇടുമ്പോഴാണ് ഈ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോർട്സ് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആ ഒരു മോഡിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്ക്. നമ്മുടെ കാല് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന അതിന്റെ ആക്സിലറേഷൻ വരുന്നത്. തീർച്ചയായിട്ടും. ചില സമയത്ത് നല്ല രീതിയിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ ആ റണ്ണിങ്ങിൽ തന്നെ വീല് സ്പിൻ ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത്രയും ഒരു പവർ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 130 bhp ആണ് പവർ വരുന്നത്. അതേപോലെ ടോർക്ക് 240. അതായത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡീസൽ കാരോട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് ഒരു പെർഫോമൻസ് ഓറിയന്റാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. പിന്നെ കംഫോർട്ട് കാര്യം എടുത്ത് പറഞ്ഞാൽ ടാറ്റയുടെ മറ്റു കാറിനെ പോലെ തന്നെ അതായത് കംഫോർട്ടാണ്. നമ്മൾ കട്ടറി വീണാൽ പോലും വലിയ കുലുക്കമൊന്നും അറിയുന്നില്ല. ഇതിന്റെ കോർണറിംഗ് കേപ്പബിലിറ്റി ഒക്കെ ചോദിക്കുവാണെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നല്ല സ്റ്റേബിൾ ആണ്. നമുക്കൊരു അതായത് ഒരു കാർ ഓടിക്കുന്ന ഒരു ഹാച്ച് ബാക്ക് കാർ ഓടിക്കുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും ഇതിൽ കിട്ടും. ഇതൊരു SUV ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചാൽ മിനി SUV കാറ്റഗറി വരുന്നതാണ്. ആ ഒരു കാറ്റഗറി വരുമെങ്കിലും അതിന്റെ ഒരു SUV-യുടെ ആയിട്ടുള്ള ഒരു നമ്മുടെ വോബിളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ട് നടക്കുന്നത്. ഒരു SUV-യുടെ വലിപ്പവും കാര്യങ്ങളും കംഫർട്ടും ഉണ്ട്. എന്നാൽ പെർഫോമൻസ് ഒരു കാറിന് തുല്യമായിട്ട് ഒരു ഹാച്ച് ബാക്ക് കാറിന് തുല്യമായിട്ടുള്ളതാണ്.
പിന്നെ നമ്മൾ 2-3 അടുത്ത് കോർണറിംഗ് വീഡിയോ നമ്മൾ ചെയ്തു. ആ ഒരു ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. അതിൽ വെച്ചാൽ നമ്മളൊരു 80 കിലോമീറ്ററാണ് ആ റോഡിൽ നമുക്ക് മാക്സിമം പറ്റുന്നത്. ആ ഒരു വേഗത്തിലാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. അതിന്റെ കോർണറിംഗ് സ്റ്റെബിലിറ്റിയുടെ കാര്യം ഒരു രക്ഷയില്ല. വണ്ടി പക്ക ഒരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് ഈ കോർണറിംഗ് തരുന്നത്. പിന്നെ നമ്മൾ കട്ടറുള്ള റോഡ് കൂടെ വണ്ടി ഓടിച്ചു നോക്കി. ഒരു അരമണിക്കൂറോളം വണ്ടി ഡ്രൈവ് ചെയ്യുവാണ്. ഇതിൽ നമുക്ക് കട്ടർ വീണാൽ പോലും വലിയൊരു കുലുക്കം നമുക്ക് അകത്ത് അറിയാൻ പറ്റുന്നില്ല. നമ്മളെ ഒരു പൊതിഞ്ഞു പിടിക്കുന്ന സീറ്റും എല്ലാം അതിനെ സഹായിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ആ വണ്ടി റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ ചാർജ് 92% ആണ്. ഇപ്പം നിങ്ങൾ വണ്ടിയുടെ ചാർജ് നോക്കുവാണെങ്കിൽ ഒരു 82 ആയുള്ളൂ. അതായത് ഒരു 25 കിലോമീറ്റർ നമ്മൾ ഓടിച്ചപ്പോൾ തന്നെ ഒരു 10ന്റെ ഡിഫറൻസ് വന്നുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡീസൽ വില വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിലും ഈ ഒരു വണ്ടി അന്യായ ലാഭം തന്നെയാണ്. സാർ, അപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് അപ്പോൾ എത്ര വരും? ഓൺ റോഡ് പ്രൈസ് 3 രീതിയിലാണ് വരുന്നത്. അതായത് 15.5, 16, 17 3 കാറ്റഗറിയാണ് വണ്ടി വരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന 16 ലക്ഷത്തിന്റെ വണ്ടിയാണ്. ഇതിന്റെ അടുത്ത ഓപ്ഷൻ വരുമ്പോഴത്തേന് സൺറൂഫും പിന്നെ ഡുവൽ ടോൺ കളറും കൂടെ വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ വില അതിന്റെയാണ് 17 രൂപ. അപ്പൊ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ ഇതിലെ ടാക്സ് നമുക്ക് എന്തോരം മറ്റു വണ്ടിയോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കിട്ടും? 5 വർഷത്തേക്ക് 50% ടാക്സ് കുറവുണ്ട്. ഫസ്റ്റ് 5 ഇയേഴ്സ് മറ്റു വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഡീസൽ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ. അപ്പൊ ഇത് പിന്നെ 15 കൊല്ലെങ്കിൽ റീടാക്സ് കാര്യങ്ങളൊക്കെ 15 കൊല്ലം കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ട്. നോർമൽ വണ്ടിയുടെ കൂട്ടാണ്. ഓക്കെ. ഇപ്പൊ സാർ ഈ ഒരു വണ്ടി 6 മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ 6 മാസം സാറിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, സാറിന്റെ കംഫോർട്ട് ലെവല്, സാറിന് എന്താണ് ഈ വണ്ടി നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറയാമോ? നെഗറ്റീവായിട്ട് തോന്നിയത് ഇപ്പൊ നിലവില് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും എല്ലായിടത്തും അവൈലബിൾ അല്ല. അപ്പൊ നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കിന് ചാർജിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യും. അല്ലാതെ യാതൊരുവിധ നെഗറ്റീവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ സാറിന്റെ മൈലേജ് എങ്ങനെ കിട്ടുന്നുണ്ട്? മൈലേജ് നമുക്ക് ഏകദേശം ഒരു 260, 270 വരെയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. അത് നമ്മുടെ ഒരു സിംഗിൾ ചാർജിൽ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പെട്രോൾ വെച്ച് ലാഭമാണല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എല്ലാ ജില്ലയിലും സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ? അതെ, ഉണ്ട്. ഇപ്പം പലയിടത്തും പ്രപ്പോസൽ വന്ന് ഓരോരുത്തർക്കും ഇൻസ്റ്റാൾ ചെയ്ത് അതായി വരുന്നതേ ഉള്ളൂ. കമ്മീഷൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ KSEBിലും ഉണ്ട്. അതെ, KSEBിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ അല്ലേ? ഫ്രീ ആണ്. അവര് ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് നാളത്തേക്ക് അത് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് വണ്ടി യൂസ് ചെയ്യാം. ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഡൗട്ട് കാണും. ഇപ്പം ഇതൊരു 3 സിലിണ്ടറുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, 4 സിലിണ്ടറുമായിട്ടാണെന്ന്? ഒരു 3 സിലിണ്ടർ വൈബ്രേഷൻ പോലെ എന്തെങ്കിലും ഫീൽ വണ്ടി കിട്ടുന്നുണ്ടോ? വൈബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല. സ്റ്റാർട്ടിംഗിലും ഇല്ല, നമുക്ക് ഓടിക്കുമ്പോഴും ഇല്ല. സ്റ്റാർട്ടിംഗ് ഓൺ ആണെന്ന് നമ്മൾ അറിയത്തോലും ഇല്ല. മീറ്റർ കൺസോളിനകത്ത് റെഡി എന്നുള്ള ഒരു സിമ്പിള് കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിനാണെന്ന് അറിയുന്നതല്ലേ. അത് വെളിയിൽ നിന്നാലും അങ്ങനെ തന്നെ യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കാര്യം ഒന്നുമില്ല. ഒന്നുമില്ല. സ്പോർട്സ് മോഡിൽ ഇട്ട് നമ്മൾ പരമാവധി പവർ എടുക്കുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അത് ആ പവർ ടയറിലോട്ട് ഡെലിവറി ചെയ്യുന്നതിന്റെ ഒരു ഫീലാണ് വരുന്നത്. സാറും പറഞ്ഞൊരു 4 സിലിണ്ടർ വണ്ടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇത്. തീർച്ചയായിട്ടും. നെക്സോൺ ഡീസൽ എന്ന് പറയുന്ന 4 സിലിണ്ടർ ആണ്, 1.5 ലിറ്റർ എഞ്ചിൻ. പക്ഷെ അതിനെക്കാട്ടിൽ ഒരു പവറും പെർഫോമൻസും ഉണ്ട്. അതിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു ലാഗും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് വളരെ ലീനിയർ ആയിട്ടാണ് പവർ ഡെലിവറി വരുന്നത്. ഈ ഒരു വണ്ടി നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഈ 1 മണിക്കൂർ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഈ വണ്ടി ഒരു ഫൺ ടു റൈഡ് ആണ്. ഇനി പവർ വൈസ് ആയിക്കോട്ടെ, കംഫോർട്ട് വൈസ് ആയിക്കോട്ടെ, ഹാൻഡ്ലിംഗ് വൈസ് ആയിക്കോട്ടെ, ഇനി മൈലേജ് വൈസ് ആയാൽ പോലും ഈ ഒരു വണ്ടി പക്ക ഫൺ ടു റൈഡ് ആണ്. അതുപോലെ ഈ ഒരു വണ്ടി കയറ്റം കയറുമോ ഇല്ലയോ എന്നൊരു ടെസ്റ്റിംഗ് വീഡിയോ, MVDയുടെ എക്വിപ്മെന്റ്സ് പരിചയപ്പെടുന്ന ഒരു വീഡിയോ, ഈ വണ്ടി എങ്ങനെ പ്രോപ്പറായി ചാർജ് ചെയ്യാമെന്നൊരു വീഡിയോ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കണ്ടമാനം കൂടിയത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗിലുള്ളത്. നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലേക്ക് നിങ്ങൾ അടിച്ചു പൊടിച്ചേക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ് നമുക്ക് ഇനി വീണ്ടും കാണാം. ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. ബൈ.